ഈ ലോകത്ത് ആരും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയല്ല, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ അവിടെ മടുപ്പ് വരാം, ഒഴിവാക്കി പോകാൻ ഒരു കാരണം മാത്രം മതിയാവാം. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നും ആരും കാണില്ല. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. എത്ര അനുഭവമുണ്ടായാലും നാം പഠിക്കില്ല. വീണ്ടും വീണ്ടും നാം സ്നേഹിക്കുന്നവരെ വിശ്വസിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നവർക്കായി നിങ്ങളുടെ സമയം ചിലവഴിക്കുക. സാഹചര്യങ്ങൾ അവർക്ക് അനുയോജ്യമായിരിക്കുമ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി അത് പാഴാക്കരുത്. ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കാണണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാനാവൂ. ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരായാണ് കാണപ്പെടുന്നത്. മരണം വരെ കൂടെയുണ്ടാവും എന്ന വാക്കിൻ്റെ വിശ്വാസത്തിൽ ആരും ആരെയും സ്നേഹിക്കരുത്. അതൊക്കെ വാക്കിൽ മാത്രമേ കാണൂ. എല്ലാ മനസ്സുകളിലും നമുക്കൊരു കാലാവധിയുണ്ട്. സ്വന്തം കുടുംബത്തോടൊപ്പം സ്വസ്ഥതയോടും സമാധാനത്തോടുമുള്ള ജീവിതത്തോളം വലിയ സമ്പത്ത് മറ്റൊന്നുമില്ല. മൂക്കിൻ്റെ ശ്വാസം നിലച്ച ശേഷം മൂർധാവിൽ ചുംബിച്ചിട്ട് എന്തു കാര്യം? പ്രകടിപ്പിക്കുക ശ്വാസം നിലയ്ക്കും മുന്നേ. മനുഷ്യത്വമുണ്ടെങ്കിൽ മാത്രമേ ആർക്കും ആരെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്നേഹിക്കാൻ കഴിയൂ. തുടയ്ക്കേണ്ടത് പൊടി പിടിച്ച കണ്ണാടിയല്ല, പലതും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ കണ്ണുകളാണ്. കുന്നോളം മനുഷ്യർ കൂടെയുണ്ടായിട്ട് കാര്യമില്ല. കുന്നിക്കുരുവോളം എങ്കിലും സ്നേഹം തരുന്നവരാവണം. മനുഷ്യർ അങ്ങനെയാണ്. ഇഷ്ടപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്തവർ പറയുന്ന സത്യങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യും. നിങ്ങളുടെ മൂല്യം നിങ്ങളിലാണ്, അല്ലാതെ ആളുകളുടെ കണ്ണുകളിലല്ല. മറ്റുള്ളവരുടെ സ്തുതിക്കായി കാത്തു നിൽക്കേണ്ടതുമില്ല. വാടി വീണതിന് ശേഷം സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ല. ചേർത്ത് നിർത്തേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാണ്. തണൽ മുറിച്ച് തളർത്തിയാൽ പിന്നെ വീഴ്ത്താൻ എളുപ്പമാണ്, മരമായാലും മനുഷ്യനായാലും. നിങ്ങളുടെ സ്വന്തം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തമായിരിക്കും, അവസ്ഥ മോശമാണെങ്കിൽ ആരും ഉണ്ടാകില്ല കൂടെ. സംസാരം നിലയ്ക്കുന്നത് ബന്ധങ്ങൾ അവസാനിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. നിലയ്ക്കാത്ത സംസാരങ്ങൾക്ക് പിന്നിൽ നിലയുറച്ച സ്നേഹമുണ്ടാകും. അത് ഇല്ലാതാകുന്നിടത്ത് യാചിക്കരുത്. നമുക്ക് ആവശ്യമുണ്ടോ എന്നതല്ല, അവർക്ക് അത്യാവശ്യമില്ലെങ്കിൽ അപേക്ഷിക്കാൻ പോകരുത്. അപേക്ഷിച്ച് കിട്ടുന്നതൊന്നും സ്നേഹമല്ലെന്ന് തിരിച്ചറിയുക. ഇടമില്ലാത്ത ഇടങ്ങളിൽ അഭയം തേടരുത്. അധികം വെളിച്ചം ആകാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യം കഴിഞ്ഞാൽ അവർ തന്നെ ഊതിക്കെടുത്തും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.